ഹലോ, ഹായ്, അസ്സാം വലൈക്കും. ഇന്നിപ്പോൾ വൈകുന്നേരം റമദാൻ മാസമാണ്. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു 9:30 ആ ടൈം കേട്ടോ. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പം ഹസ്ബൻഡും മോനും കൂടി ഇതാ ലുലു മാളിൽ പോയേക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് നടക്കാം. ഇവിടെ എല്ലാവരും ഈ ടൈമിൽ എപ്പോഴും വാക്കിംഗ് ഉണ്ട്, നടക്കും എല്ലാവരും ഈ ടൈമിൽ. അപ്പം വലിയ റൗണ്ട് കേട്ടോ. അപ്പം 2-3 വട്ടം തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഏകദേശം നമുക്കൊരു വർക്കൗട്ട് കിട്ടും. അപ്പം ചുമ്മാ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഒത്തിരി കോഫി ഷോപ്പൊക്കെ ഉണ്ട് ഇവിടെ. ഇത് മർവയാണ് കേട്ടോ. ഇത് സൗദിയിലെ ജിദ്ദയാണ്. ജിദ്ദയിൽ മർവ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ആ റോഡാണ് അത് നമ്മുടെ ഉമ്രയ്ക്കൊക്കെ പോകുന്ന മക്കയിലേക്ക് പോകുന്ന ആ റോഡാണ് ആ കാണുന്നത്. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങളുടെ ഫ്ലാറ്റും അപ്പാർട്ട്മെൻറ്റും ഉള്ളത്. ഇതിപ്പോൾ ഒത്തിരി ഷോപ്പുണ്ട്, ഒത്തിരി കുഞ്ഞു ഹട്ട് പോലെ കുറേ കടകളുണ്ട്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഒരുപാട് വലിയ വലിയ ഫുഡൊന്നും ഇല്ലെങ്കിൽ പോലും ഈ ചെറിയ ഈ ബർഗറും ഈ സാൻഡ്വിച്ചും അങ്ങനത്തെ ഇവിടുത്തെ അറബിക് ഫുഡ് ഉണ്ടല്ലോ, ഈ ചെറിയ ചെറിയ അറബിക് ഫുഡ് അതാണ് ഇവിടെ കൂടുതലുള്ളത്. പിന്നെ നല്ല കോഫി ഗാവ അതൊക്കെ ഉണ്ട്. നല്ല രസമാട്ടോ. പക്ഷേ നമ്മൾ നടക്കാൻ വേണ്ടി വരുന്ന സമയത്ത് തന്നെ ഞാൻ എല്ലാം ചിലപ്പോൾ ടേസ്റ്റ് ചെയ്യും. അപ്പോൾ ടേസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എത്രത്തോളം കാലറി കുറച്ചു അത്രത്തോളം കാലറി അതിനേക്കാളും കാലറി ചിലപ്പോൾ ശരീരത്തിൽ കൂടും. അതുവരെ കാര്യം ഫുഡ് കാണുമ്പോൾ വെറൈറ്റി ഫുഡൊക്കെ കാണുമ്പോൾ അതൊക്കെ നമുക്ക് കഴിക്കാൻ തോന്നുമല്ലോ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ ഒരു അറബിക് ഡിഷ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ചില ഇത് പൊരിക്കുന്ന ഫ്രഞ്ച് ഫ്രൈസാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഫ്രഞ്ച് ഫ്രൈസ് ആയിരിക്കും ആൾക്കാരെ കഴിക്കാൻ തോന്നുന്നുണ്ട്. അപ്പം 5 രൂപയിലും 10 രൂപയിലും ആ ക്വാണ്ടിറ്റിയിൽ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റിയ കിട്ടും. മോൻ്റെ ചേട്ടൻ ബേബിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നടക്കാൻ വേണ്ടി വരുന്ന സമയത്താണെങ്കിലും അവന് വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവൻ ഇങ്ങനെ കഴിക്കില്ലുണ്ട്. അവന് ഇഷ്ടമാണിത്, ഫ്രഞ്ച് ഫ്രൈസ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഒത്തിരിയാണ് കോഫി ഷോപ്പാണ് കൂടുതലും കാണുന്നത്. ഐസ്ക്രീം ഉണ്ട്, കോഫി ഷോപ്പുണ്ട്. പിന്നെ ചെറിയൊരു ഈ സോസേജൊക്കെ അപ്പുറത്ത് കാണുന്ന കുറേ അപ്പാർട്ട്മെൻറ്റ്സ് ആട്ടോ, ഫ്ലാറ്റാണ്. അപ്പം കുറേ സോസേജൊക്കെ അടങ്ങിയ കുറേ ഫുഡുണ്ട്. എനിക്ക് സോസേജ് അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് സോസേജൊക്കെ. എല്ലാം കോഫി ഷോപ്പാണ് ഓരോ സ്നാക്സിന്. കാരണം ഇതെല്ലാം റോഡ് സൈഡ് ആയതുകൊണ്ട് എല്ലാവരും പോകുന്നവരെല്ലാവരും ടേസ്റ്റ് ചെയ്യലുണ്ട്. എല്ലാവരും കാണില്ല. ഇപ്പോൾ റമദാൻ ടൈം ആയതുകൊണ്ട് നൈറ്റാണ് കുറച്ചും കൂടി ഇവിടെ ഫുൾ ഓണായിട്ടുള്ളത്. പകലങ്ങനെ ആരങ്ങനെ കാണലില്ല. ഒരു 6:30ക്ക് ശേഷം മഗ്‌രിബിന് ശേഷമാണ് എല്ലാവരും എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി ഒന്നും കൂടി ഓണാവുന്നത്. മാളുകളിലൊക്കെ ഭയങ്കര തിരക്കാട്ടോ. ഇതിപ്പോൾ ഞങ്ങളുടെ ഹോം ടൗണാണ്. ജസ്റ്റ് അപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ ഇറങ്ങുമ്പോൾ തന്നെ ഉള്ളൊരു റൗണ്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇങ്ങനൊരു ഏരിയ ഉള്ളതുകൊണ്ട് നമുക്ക് ബോറടിക്കുമ്പോഴത്തേക്കും താഴെ വന്നിരിക്കാനും ജസ്റ്റ് ഒന്ന് വാക്ക് ചെയ്യാനും ഒക്കെ പറ്റും. നല്ല രസമാണ് കാണാൻ. നല്ല കാറ്റാണ്. ഇപ്പോൾ നല്ല ദിവസം തണുപ്പുള്ളതുകൊണ്ട് നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. പിന്നെ ഇപ്പോൾ ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നൈറ്റാണിപ്പോൾ. കുറച്ച് ഒരു 1 വീക്ക് മുന്നെയൊക്കെ നല്ല തണുപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, തണുപ്പൊക്കെ മാറി പഴയ ക്ലൈമറ്റിലേക്ക് കുറച്ചും കൂടി ചൂടിങ്ങനെ ആയി ഇപ്പോൾ വരുന്നുണ്ട്. എനിക്ക് ഈ ക്ലൈമറ്റാണ് ഇഷ്ടം. ഒരുപാട് തണുപ്പുമല്ല, ഒരുപാട് ചൂടുമല്ലാത്ത ഒരു മീഡിയം ക്ലൈമറ്റാണ് എനിക്കിഷ്ടം. കാരണം ഇപ്പോൾ ഞങ്ങളിപ്പോൾ വന്നിട്ട് അധികം ആയില്ല, 1 മന്ത് ഒക്കെ ആയിട്ടുള്ളൂ. ഞാൻ കുഞ്ഞുങ്ങൾ ഡെലിവറിക്ക് വേണ്ടി പോയിട്ട് ഇപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ഫസ്റ്റായിട്ട് ഇപ്പോൾ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അവന് ഈ ക്ലൈമറ്റൊക്കെ ആയിട്ടൊന്ന് സെറ്റ് ആവുന്നതേ ഉള്ളൂ. അപ്പം ഈ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരുപാട് ചൂടും ഒരുപാട് തണുപ്പും അല്ലാത്തതുകൊണ്ട് അവൻ അൽഹംദുലില്ലാ ഇതുവരെ അങ്ങനെ കോൾഡും കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ പിടിച്ചിങ്ങനെ വരുന്നുണ്ട്. എനിക്കൊന്നും ഈ GCC കൺട്രിയിൽ ഏറ്റവും കൂടുതൽ നല്ല ക്ലൈമറ്റ് ഉള്ളത് ഇപ്പോൾ ജിദ്ദയിലായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ ഞങ്ങൾ പണ്ട് ആദ്യം ഉണ്ടായിരുന്നത് റിയാദിലായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ ഭയങ്കര ചൂടും ഭയങ്കര തണുപ്പുമാണ്. അപ്പോൾ ഒട്ടും സഹിക്കാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ ജിദ്ദയിൽ വന്ന ശേഷം പിന്നെ നോർമൽ നമ്മുടെ കേരളത്തിലെ പോലെ ഒരു നോർമൽ എല്ലാം ഒരു എക്സ്ട്രീം ലെവൽ വരത്തില്ല, ഒരു മീഡിയം ഒരു തണുപ്പാണെങ്കിൽ നോർമൽ തണുപ്പൊക്കെ വരത്തുള്ളൂ. ഒരുപാട് അങ്ങോട്ട് നമുക്ക് സഹിക്കാൻ പറ്റാതെ അത്രയും അങ്ങോട്ട് വരില്ല. അപ്പോൾ
എന്ന് വെച്ചാൽ എല്ലാവരും നൈറ്റ് ആകുമ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാവരും നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ. എല്ലാം നടക്കും. പണ്ടത്തെ പോലെയല്ല. ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളങ്ങനെ കേട്ടിട്ടില്ലല്ലോ. ഇപ്പോൾ എല്ലാവരും ഹെൽത്ത് വൈസ് കുറച്ചും കൂടി മുന്നിലാണ് ഇപ്പം. കാരണം കുറച്ചിപ്പോൾ വേഗനൊക്കെ ആയി. പിന്നെ എന്താ പറയുക, കുറച്ചൊക്കെ ഹെൽത്തൊക്കെ നോക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ എല്ലാവരും. കണ്ടോ, മൊത്തം ഫുഡ് സ്ട്രീറ്റാണ്. മൊത്തം അപ്പുറത്തും ഒരു ഗ്രൗണ്ട് ഉണ്ട്, അപ്പുറത്തും ഇതുപോലെ തന്നെ സെയിം ഫുഡ് സ്ട്രീറ്റ് തന്നെയാണ്. ഒത്തിരി ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. കുറേ ചെറിയ ചെറിയ